എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം. യോഹന്നാൻ 15:15. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സ്നേഹിതനായ ദൈവം വലിയ സ്ഥാനവും മാനവും പേരും പെരുമയുമൊക്കെ ഉള്ളവർ സ്നേഹിതരാണെന്ന് പറയുന്നത് അഭിമാനമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ സമൂഹത്തിൽ നിലയും വിലയും ഒന്നുമില്ലാത്തവരും കുറ്റവാളികളും അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ സ്നേഹിതരാണ് എന്ന് ആരും പറയാറില്ല. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് വലിയവനായ ദൈവം എൻ്റെ സ്നേഹിതൻ എന്ന് പറയാനുള്ള ഒരു വലിയ പദവിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെന്ന് പലരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതരാകാൻ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ സ്നേഹിതനാണ് എന്ന് അനുഭവം കൊണ്ടും തീരുമാനം കൊണ്ടും നിർണയിക്കാവുന്നതാണ്. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് പറയുന്നു. ചോദ്യം ചെയ്യാതെ നിരുപാധികം അനുസരിക്കുന്നവരെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിന് ഈ സ്വഭാവ വിശേഷമുണ്ടായിരുന്നു. അവൻ ജീവിതയാത്ര അവസാനിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടാണ്. ദാസന്മാരെ ആരും ഒരിക്കലും രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന സ്ഥാനത്തേക്ക് ഉയർത്താറില്ല. വിശ്വസ്തന്മാരായ സ്നേഹിതന്മാരോടാണ് എല്ലാം പങ്കുവയ്ക്കുന്നത്. യേശു കർത്താവ് പിതാവിനോട് കേട്ടതെല്ലാം ശിഷ്യന്മാരോട് അറിയിച്ചു. അങ്ങനെ അവരെ സ്നേഹിതന്മാർ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. ജീവനെ കൊടുക്കുന്ന സ്നേഹം പ്രദർശിപ്പിക്കുന്നവൻ സ്നേഹിതനാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം ഉള്ള സ്നേഹം ആർക്കുമില്ല എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു. യേശു കർത്താവ് നാം ഓരോരുത്തർക്കു വേണ്ടിയും ജീവനെ കൊടുത്തു. നമ്മെ സ്വന്തമാക്കാൻ ഏറ്റവും വലിയ വിലയാണ് അവിടുന്ന് കൊടുത്തത്. നമ്മെ അവിടുന്ന് സ്നേഹിതന്മാരെന്ന പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. മറ്റാരിലും കാണാത്ത ശ്രേഷ്ഠതയുള്ളവൻ. ഉത്തമഗീതം 5:16 ഇവൻ അത്രേ എൻ്റെ സ്നേഹിതൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൂന്യകാരത്തിയുടെ കണ്ണിൽ സർവാംഗ സുന്ദരനായി അവൾ ആരെയും കണ്ടില്ല. അവളുടെ പ്രിയന്റെ സൗന്ദര്യം വർണ്ണിച്ചിട്ടും അവൾക്ക് മതി വരുന്നില്ല. വെണ്മയും ചുവപ്പും ഉള്ളവനാണ് അവിടുന്ന്. അതായത് വിശുദ്ധിയും വീണ്ടെടുപ്പുമാണ് ദൈവത്തിൻ്റെ മുഖമുദ്ര. യേശു കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ആ മുഖത്തേക്ക് നോക്കുന്ന ഏതു മനുഷ്യനും ഊനമില്ലാത്ത സകല ഗുണങ്ങളും സൗന്ദര്യവും തികഞ്ഞവനായിട്ടാണ് യേശുവിനെ കാണുന്നത്. സ്നേഹവായ്പോടുകൂടെ നോക്കുമ്പോൾ അവിടുന്ന് പ്രിയ സ്നേഹിതൻ തന്നെയാണ്. ലോകത്താരിലുമില്ലാത്ത സവിശേഷതകൾ നിറഞ്ഞ പരിപൂർണമായ വ്യക്തിത്വമുള്ളവൻ ദൈവം മാത്രമാണ്. നിസ്വാർത്ഥമായി മധ്യസ്ഥത ചെയ്യുന്നവൻ. അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് എന്ന് പറയുന്ന ഭാഗം 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ വായിക്കുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ടു. ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ. തുടർന്ന് സോദോമിനെ നശിപ്പിക്കാനുള്ള തൻ്റെ പദ്ധതി അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു. ഉടനെ തന്നെ സോദോമിന് വേണ്ടി മധ്യസ്ഥ ചെയ്യാനായി അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു. വളരെ ഗൗരവത്തോടെ മധ്യസ്ഥത ചെയ്തു. എങ്കിലും സോദോമിനുള്ള ന്യായവിധി മാറ്റാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു.
ഒരു പ്രാവശ്യം സാത്താൻ ശിമോൻ പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചതാണ്. പക്ഷേ കർത്താവ് അവന് വേണ്ടി മധ്യസ്ഥത ചെയ്തു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന കർത്താവ് നമ്മുടെ ബലഹീനതകൾ സഹതാപമുള്ളവനാണ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് നമ്മുടെ അവസ്ഥ അവിടുന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വേദനകൾ ഉൾക്കൊള്ളുന്നവൻ, തൻ്റെ ഓമനപുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി യാഗമാക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയവേദന എന്താണെന്ന് അനുഭവിച്ചറിയാൻ ദൈവം അബ്രഹാമിന് ഒരു അവസരം കൊടുത്തു. ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം അനുഭവിച്ച സംഘർഷവും വേദനയും വർണ്ണിക്കാൻ വാക്കുകളില്ല. ആ കഠിന വേദനയിൽ അബ്രഹാം ദൈവത്തിൻ്റെ മനോവേദനയുമായി താതാത്മ്യം പ്രാപിക്കുകയായിരുന്നു. 2000 വർഷത്തിന് ശേഷം തൻ്റെ ഏകജാതനായ പുത്രനെ വിട്ടുകൊടുത്തപ്പോഴുള്ള വേദന എന്തെന്ന് അബ്രഹാം അനുഭവിച്ചറിഞ്ഞു. ആത്മാർത്ഥ സ്നേഹിതന്മാർ എന്നും ദുഃഖവും വേദനയും പരസ്പരം പങ്കുവയ്ക്കുന്നവരും ഏറ്റെടുക്കുന്നവരുമാണ്. പൂർണ്ണമായും വിശ്വസിക്കാവുന്നവൻ, അങ്ങനെയുള്ളവർ സ്നേഹിതരാണ്. യാക്കോബ് 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാവുന്നവനാണ് സ്നേഹിതനെന്ന് കാണുന്നു. അബ്രഹാം സാഹചര്യങ്ങൾക്കപ്പുറമായി ദൈവത്തെ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേര് പ്രാപിച്ചു. ദൈവത്തെ ഒരു പരിധിയും വ്യവസ്ഥയുമില്ലാതെ വിശ്വസിക്കാൻ തയ്യാറാകുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ അവിടുന്ന് ബാധ്യസ്ഥനുമാണ്. മോശയും ദൈവത്തിൻ്റെ സ്നേഹിതനെന്നറിയപ്പെട്ടു. മോശയെ തൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായി അവിടുന്ന് കണ്ടു. അവനോട് ദൈവം സംസാരിച്ചത് അഭിമുഖമായും സ്പഷ്ടമായിട്ടുമാണ്. അവന് യഹോവയുടെ രൂപം കാണാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഇത് മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ്. യഹോവ അഭിമുഖമായി മോശയെ അറിഞ്ഞു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പലതവണ ദൈവവുമായിട്ട് അവൻ പരിഭവിക്കുന്നത് നമുക്ക് കാണാം. ഇസ്രായേൽ മക്കൾ പലതവണ മത്സരിച്ചപ്പോൾ തനിക്ക് ഈ ഭാരം ചുമക്കാൻ വയ്യ, തൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ എന്ന് പോലും അവൻ പ്രാർത്ഥിച്ചു. ദൈവം തൻ്റെ ജനത്തെ പല പ്രാവശ്യം നശിപ്പിക്കാൻ ഒരുമ്പെട്ടപ്പോൾ മോശ ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു. യേശുക്രിസ്തു മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. സഹോദരിമാർ കരയുന്നത് കണ്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി, കണ്ണുനീർ വാർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ മാറത്ത് ചാരിക്കൊണ്ടിരുന്നു. ആ ഹൃദയത്തുടിപ്പ് അവൻ നേരിട്ട് അനുഭവിച്ചപ്പോൾ ഇടിമക്കളിൽ ഒരുവനും ക്ഷിപ്രകോപിയുമായ അവൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറി. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എന്ന് 25-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. തൻ്റെ ഭക്തന്മാരെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. തൻ്റെ ഭക്തരോട് ചേർന്ന് നടക്കാൻ വെമ്പൽ കാണിക്കുന്ന യേശു ലൂക്കോസ് 24-ാം അധ്യായത്തിൽ എമ്മോസിലേക്ക് തിരിച്ചുപോയവരോട് ചേർന്ന് നടക്കുമ്പോൾ കർത്താവ് അങ്ങനെ നമ്മോട് ചേർന്ന് നടക്കാൻ എപ്പോഴും താല്പര്യപ്പെടുന്ന ദൈവമാണെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളും സംശയങ്ങളും ചിന്താക്കുഴപ്പങ്ങളും ഒക്കെ ദൂരീകരിച്ചു. പൂർണ്ണതയുള്ള വ്യക്തിത്വം പ്രാപിക്കാനായി ദൈവം തൻ്റെ ഭക്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സ്നേഹസ്വരൂപൻ നമ്മുടെ പ്രാണപ്രിയനായ സ്നേഹിതനായി നമുക്കേവർക്കും അനുഭവമാകട്ടെ. ഇവനാണ് പ്രിയ സ്നേഹിതൻ. അവിടുത്തോട് ഹൃദയം തുറന്ന് നമുക്ക് സംഭാഷിക്കാം. വേണമെങ്കിൽ കലഹിക്കാം, പരിഭവം പറയാം, എല്ലാം പങ്കുവയ്ക്കാം. അവൻ്റെ വായി ഏറ്റവും മധുരമുള്ളത്. നമ്മൾ അവിടുത്തോട് പങ്കുവച്ച രഹസ്യങ്ങൾ മറ്റാർക്കും അവിടുന്ന് വെളിപ്പെടുത്തുകയില്ല. ഞാൻ അവിടുത്തെ ഏൽപ്പിച്ചതെന്തോ ആ ഉപനിധി അവസാനം വരെ സൂക്ഷിക്കാൻ അവിടുന്ന് ശക്തനും മതിയായവനുമാണ്. നമ്മുടെ ജീവിതം, കുടുംബം, ആരോഗ്യം, പ്രതീക്ഷ,
ഭാവി സ്വപ്നങ്ങൾ ഇതെല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിച്ച് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ജീവിക്കാൻ നമുക്ക് ദൈവം തമ്പുരാൻ അവസരം നൽകിയിരിക്കുന്നു. അവിടുന്ന് അവയെല്ലാം ആ ദിവസം വരെ കാക്കാൻ വിശ്വസ്തനാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ സ്നേഹിതനാണെന്ന് പറയാൻ, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതരാണ് എന്ന് പറയാൻ കഴിയട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് മാറ്റമില്ലാത്തവനായി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ഞങ്ങളുടെ സ്നേഹിതനായി കൂടെയുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഈ സ്നേഹം അനുഭവിക്കാൻ, ഈ സ്നേഹിതൻ്റെ സഹിത്വം അനുഭവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സകല ആവശ്യങ്ങളിലും, എല്ലാ ജോലിവേലകളിലും, ഞങ്ങളുടെ ഇടപാടുകളിലും കണ്ടുമുട്ടലുകളിലുമൊക്കെ ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും നല്ല നല്ല അനുഭവങ്ങളുടെയും പുതിയ വർഷം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ കൃപയും സഹിത്വവും സ്നേഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.